ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഒരുവിധം എല്ലാ മലയാളികളുടെയും ഒരു ഇഷ്ട ഭക്ഷണമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ചൂട് പാൽക്കപ്പയും മുളകിട്ട് വറ്റിച്ചെടുത്ത മാന്തൽ കറിയും നല്ലൊരു ഉള്ളി ചമ്മന്തിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എവിടെ പോയാലും മലയാളികളുടെ ഒരു ഇഷ്ട ഭക്ഷണമാണ് ഈ ഒരു കോമ്പിനേഷൻ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പയും മാന്തൾ കറിയും ഉള്ളിച്ചമ്മന്തിയും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ വെറുതെ നിങ്ങളെ ഇത് കാണിച്ച് കൊതിപ്പിക്കുന്നില്ല. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാൽക്കപ്പ ഉണ്ടാക്കാൻ തുടങ്ങാം. പാൽക്കപ്പ ഉണ്ടാക്കാനായി കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 3 പേർക്ക് കഴിക്കാനുള്ള കപ്പയുണ്ടാകും. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി കപ്പ കുക്കറിൽ വേവിച്ചെടുക്കുന്നവർക്ക് അങ്ങനെയും വേവിച്ചെടുക്കാം. കപ്പ വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് മീൻകറി ഉണ്ടാക്കിയെടുക്കാം. നമ്മളിന്ന് ഈ ഒരു ചട്ടിയിലാണ് മീൻകറി ഉണ്ടാക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉലുവ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഉലുവയുടെ കളറൊക്കെ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളക് കീറിയതാണ്. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഏകദേശം ഒരു 6 അല്ലി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വാടി കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയ്ക്ക് നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ പൊടികളൊക്കെ നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 കപ്പ് പുളി പിഴിഞ്ഞ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മാന്തൾ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഇതിന് നങ്ക് എന്നും പറയും. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയാറ് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഞാനിവിടെ ചെറിയ മാന്തളാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള കറിക്കൊക്കെ ചെറിയ മാന്തളാണ് വലുതിനേക്കാളും ടേസ്റ്റ് കൂടുതൽ. ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. കുറേ അങ്ങ് ഇളക്കി കൊടുക്കാൻ പാടില്ല, കാരണം മീനൊക്കെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതങ്ങ് ഉടഞ്ഞു പോകും. ഇനി നമുക്കിത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കപ്പ വെന്തോ എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിൻ്റെ വെള്ളം മുഴുവനായിട്ട് ഊറ്റിക്കളയാം. ഇനി ഈ ഒരു കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി നമ്മളിവിടെ 4 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കപ്പയുടെ വെള്ളമൊക്കെ മുഴുവനായി ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 1.5 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് നന്നായിട്ട് വെള്ളം ചേർത്ത് അടിച്ചെടുത്ത തേങ്ങാപ്പാലാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കട്ടി തേങ്ങാപ്പാലാണ് ഉള്ളതെങ്കിൽ ആ 1 കപ്പ് തേങ്ങാപ്പാലിൽ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നമുക്കെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം.
നമ്മളിതിൽ ഇപ്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. നമുക്കൊന്ന് തിളച്ചതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ കപ്പയിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് നോക്കി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വീണ്ടും ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യണം. അപ്പോഴേ ആ കപ്പയൊക്കെ ആ തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്കിനി കപ്പ ഉടഞ്ഞു കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നമുക്ക് തവി വെച്ച് ഉടച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞു. തേങ്ങാപ്പാലൊക്കെ വറ്റി എല്ലാം കൂടി ഇത് നന്നായിട്ട് മിക്സായി ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അവസാനമായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കട്ടി തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതുപോലെ ലാസ്റ്റ് ഇത് കുറച്ചൊരു തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി ഒന്ന് മുന്നിട്ട് നിൽക്കും. ഇനി നിങ്ങൾ ഇതുപോലെ തേങ്ങാപ്പാൽ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനുശേഷം തിളപ്പിക്കാൻ പാടില്ല. നമ്മളിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തു. അപ്പോൾ ഇത് കറക്റ്റ് ഈ ഒരു ലൂസിലാണ് പാൽക്കപ്പി ഉണ്ടാകുക. നമ്മൾ സാധാരണ കപ്പ വേവിച്ചതുപോലെയല്ല. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലൊരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 5 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു താളിപ്പൊഴിച്ച് കഴിഞ്ഞാലുള്ള മണം അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പാൽക്കപ്പ കഴിക്കാൻ തോന്നും. ഈ ഒരു പാൽക്കപ്പ നമുക്ക് കറികളൊന്നും ഇല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ പാൽക്കപ്പ റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ മീൻ കറി എന്തായി എന്ന് നോക്കാം. അപ്പോൾ ഇതാ മീൻ കറിയും കുറച്ചൊക്കെ വറ്റിയിട്ടുണ്ട്. എണ്ണയൊക്കെ മുകളിൽ ഇതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. മാന്തൾ എന്തായാലും വെന്ത് കിട്ടിയിട്ടുണ്ടാകും. കാരണം അത് വെന്ത് കിട്ടാൻ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം വേണ്ടു. നമ്മൾ ഇതൊന്ന് കുറുകി കിട്ടാനാണ് ഇത്രയും ടൈം വേവിച്ചത്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് തിരുമ്മി ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ഒരു മാന്തളിന് പകരം മൊത്തിയും ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മുടെ മീൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിച്ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ ബാക്കിയുള്ളത്. അപ്പോൾ നമുക്ക് ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഏകദേശം ഒരു 7 ചെറിയ ഉള്ളി തൊലി കളഞ്ഞെടുത്തതും 2 പച്ചമുളകും ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലും ചതച്ചെടുക്കാം. പക്ഷേ ഇതുപോലെ ചതച്ചെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതാ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ വേണം ചതച്ചെടുക്കാൻ, അങ്ങ് അരഞ്ഞ പോലെ ഇരിക്കരുത്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു സ്മെല്ല് കൊണ്ട് തന്നെ നമ്മുടെ വായിൽ വെള്ളം വരും. അത്രയ്ക്ക് നല്ല സ്മെല്ലാണ്. അതുപോലെ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം, വേറെ ഏതെങ്കിലും ഓയിൽ ചേർത്ത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ കപ്പയും മീനും ഉള്ളിച്ചമ്മന്തിയും റെഡിയായി. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലാക്കി കഴിക്കാം. കപ്പയും മീനും എപ്പോഴും ഇതുപോലൊരു ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു വാഴയിലയിലോ ആക്കിയിട്ട് കഴിക്കുമ്പോഴാണ് കറക്റ്റ് അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് വീട്ടിൽ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പ്ലേറ്റിലാക്കിയിട്ടും കഴിക്കാം. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം കപ്പ ഇട്ട് കൊടുത്തു. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് മീൻകറി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഓരോ സാധനവും കഴിക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട്. അപ്പോൾ ഇതുപോലെ കപ്പയും മീൻ കറിയൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇതുപോലെ കപ്പയുടെ മുകളിൽ മീൻ കറിയും ചമ്മന്തിയും ഒക്കെ വെച്ച് കൊടുത്ത് തന്നെ കഴിക്കണം. അല്ലാതെ അത് ഓരോന്നും വേറെ വേറെ പാത്രത്തിലെടുത്ത് കഴിച്ചാൽ ഈ ഒരു കൂട്ടി കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. ഇനി നമുക്ക് അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഉള്ളിച്ചമ്മന്തി കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കപ്പ മീൻ ഉള്ളിച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കഴിക്കുകയേ വേണ്ടൂ. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കണം. കാരണം നമ്മളത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിക്കുമ്പോഴുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ചിലപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചാൽ കിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു പാൽക്കപ്പയും മീൻ കറിയും ഉള്ളിച്ചമ്മന്തിയും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം.
വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.